നമ്മുടെ കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകയായിട്ടുള്ള ഈ ഒരു തെയ്യത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്തും ഇക്കാലത്തുമൊക്കെ സ്ത്രീകളും കുട്ടികളൊക്കെ ഭയക്കുന്ന ഒരു തെയ്യം കൂടിയാണിത്. പണ്ട് പയ്യത്ത് മനയിൽ താമസിച്ചിരുന്ന മാപ്പിളയായിരുന്നു ആലി. ആലിയുടെ ഭാര്യയ്ക്ക് പ്രസവവേദന തുടങ്ങിയപ്പോൾ ആലി വയറ്റാട്ടിയെ അന്വേഷിച്ച് മലയടിവാരത്തൊക്കെ പോയി. അപ്പോഴാണ് അവിടെ ഒരു യുവതി ഇരിക്കുന്നത് കണ്ടത്. യുവതിയോട് ആലി തൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ താൻ വയറ്റാട്ടിയാണെന്ന് ഞാൻ വരാം എന്ന് പറഞ്ഞ് ആലിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ യുവതി വീട്ടിനകത്തേക്ക് കയറി വാതിലടച്ചു. അടങ്ങാത്ത നിലവിളിയല്ലാതെ ആലി വേറെ ഒന്നും കേട്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതും നിന്നു. വാതിൽ പടിക്ക് കൂടി ചോരയും കൂടി വരുന്ന കണ്ടപ്പോൾ ആലി നല്ലോണം ഭയന്നു. എന്നിട്ട് വാതിൽ കുത്തിപ്പൊളിച്ചു നോക്കുമ്പോൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. വയറ് പിളർന്ന് ചോരയിൽ കുളിച്ചിരിക്കുന്ന ഭാര്യ, അതിൻ്റെ മുന്നിൽ ഒരു ഉഗ്രരൂപവും. ആലി സർവശക്തിയും ഉപയോഗിച്ച് ആ ഉഗ്രരൂപത്തിൻ്റെ നടുവിനൊരു ചവിട്ട് കൊടുത്തു. ചവിട്ട് കിട്ടിയ ഉഗ്രരൂപം അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. ദേഷ്യം വന്ന ആലിയും അതിനെ പിന്തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുലക്ക് കൊണ്ട് അതിനെ നല്ലവണ്ണം മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ആ തലക്കടിയേറ്റ ഉഗ്രരൂപം അലറി വിളിച്ചു. ആ ഗ്രാമം മുഴുവനും വിറച്ചു. എന്നിട്ട് ആലിയും കൊണ്ട് മലമുകളിലേക്ക് പറന്നുയർന്ന ആ രൂപം ആലിയെ കൊന്നു ചോരയും കുടിച്ചു. ആലിയെ കൊന്നിട്ടും ആ ദുർദേവതയുടെ തൃപ്തി അടങ്ങിയില്ല. പിന്നീട് കുറേ ദുരന്തങ്ങൾ കാണപ്പെട്ടു. അങ്ങനെ ഗ്രാമവാസികൾ നാടുവാഴിയോട് പറഞ്ഞ് ഇതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരവും കണ്ടെത്തി. എന്നിട്ട് ഈ ദുർദേവതയെ കാവും സ്ഥാനവും നൽകി ആദരിക്കുകയും ചെയ്തു. അതാണ് സ്ത്രീകളും കുട്ടികളും ഇന്നും ഭയക്കുന്ന നമ്മുടെ കരിഞ്ചാമുണ്ടി തെയ്യം.